الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى سيدنا محمد. भारत माता की, भारत माता की, भारत माता की. ബിജെപി പൊതുയോഗം വാഗയാട് സംഘടിപ്പിച്ച സംഘാടകൻ അധ്യക്ഷൻ, മറ്റു പ്രിയങ്കരായ ബഷീർക്ക, അതുപോലെ തന്നെ സുല്ലമി, എല്ലാവരോടും സമയം എഴുതിയതാണ്. നമ്മൾ രാജേഷിന്റെ പ്രസംഗവും അനുസൃതമായി നമ്മുടെ സുല്ലമിയുടെ പ്രസംഗങ്ങളും കേട്ട നിങ്ങൾക്ക് ഇനിയൊരു പ്രസംഗത്തിന് കേൾക്കാനുള്ള കഴിവുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ സമയം കൂടെ വൈകിയത് കൊണ്ട് നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ ഇവര് എടുത്ത പണിയുടെ ഒരു ക്ലീൻ ഞാൻ ചെയ്ത് കണ്ട് പോകാം എന്ന് വിചാരിക്കുന്നു. ഇവിടെ രാജേട്ടൻ പറഞ്ഞതും അതുപോലെ തന്നെ സുല്ലമി പറഞ്ഞതും പോയി രാജേട്ടൻ പറയുകയുണ്ടായി. ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിയിലേക്കാണ് എന്നുള്ള ഒരു വിശേഷം നമുക്ക് തരികയാണ്. എന്നാൽ നാം ആരും അറിയാത്ത ഒരു വോട്ട് ഇവിടെയുള്ള ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരായതുകൊണ്ട് പല പാർട്ടി പ്രവർത്തകരും അവർ ഉപയോഗിക്കുന്ന അവരുടെ ആരാധനാലയങ്ങളാണ് എന്ന സത്യം ഞാൻ കാണുക. ഇവിടെയുള്ള ഓരോ കോൺഗ്രസുകാരനും മാർക്സിസ്റ്റുകാരനും മുസ്ലിം ലീഗുകാരനും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തോട്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി വരാൻ താല്പര്യപ്പെടുന്നു. പക്ഷേ അതിനെ എതിർക്കാൻ ചെയ്യുന്ന വഴികൾ കുറച്ച് പ്രയാസമായി പോയോ എന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. എന്റെ ഒരു സുഹൃത്ത്, തിരൂരുള്ള ഒരു സുഹൃത്ത് ഇതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയിൽ വന്നപ്പോൾ ആദ്യം അവർ ചെയ്തത് പള്ളി കമ്മിറ്റി രൂപീകരിച്ച് അദ്ദേഹത്തെ ബഹിഷ്കരിക്കുക എന്നുള്ളതായി. അതിനുവേണ്ടി അവിടെയുള്ള ഉസ്താദുകളെ വിളിച്ച് അവിടെയുള്ള പള്ളി കമ്മിറ്റികൾ എല്ലാവരും അദ്ദേഹത്തെ പള്ളിയിൽ വരാതിരിക്കാൻ, അതുപോലെ തന്നെ അദ്ദേഹവുമായി കശപിശ കൂടുന്നതിനു വേണ്ടി തീരുമാനിച്ചു. പള്ളിയിലെ പ്രശ്നം വലുതായി, പ്രശ്നങ്ങൾ കുറച്ച് ഗുരുതാവസ്ഥയിലായപ്പോൾ വിഷയം കേസിൽ പോയി. കേസിൽ വന്ന് പിറ്റേ ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം അവർ വന്ന് മാപ്പ് ചോദിച്ചെങ്കിൽ കേസുമായി മുന്നോട്ട് പോയപ്പോൾ ഇപ്പോൾ 3 ദിവസം മുമ്പാണ് ട്രിബ്യൂണലിൽ നിന്ന് വിളിച്ചിട്ട് പള്ളിക്ക് ലോക്ക് വീഴുന്നു പറഞ്ഞു. മുസ്ലിം സഹോദര, നിങ്ങൾ ചിന്തിക്കണം. ന്യൂനപക്ഷ സമൂഹമേ, നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ ചെയ്യുന്ന കേവലം ഒരു വോട്ടിനാണെങ്കിൽ നിങ്ങളൊരു മതത്തെ മൊത്തം വിൽപ്പന നടത്തുകയാണ്. ആ 2-3 ആൾക്ക് വേണ്ടി നിങ്ങൾ ആ വോട്ടിന് വേണ്ടി ചെയ്യുമ്പോൾ ഒരു മഹല്ലിലെ എല്ലാ ജനങ്ങളെയും നിങ്ങൾ അവിടെയുള്ള നമസ്കാരം നിർത്താൻ പോവുകയാണ്. അദ്ദേഹം ബിജെപിക്കാരന് നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ട് കേസ് വിവരിച്ചു എസ്പിയുമായിട്ട് കഴിയും. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, ആരാധന സ്വാതന്ത്ര്യം ഇന്ത്യയിലെ എല്ലാവർക്കും ഉണ്ട്. ആരാധന സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ മുമ്പ് നാം എല്ലാവരും ശ്രമിച്ചതാണ്. പാട്ടിൽ നിന്ന് 4 തുടർന്നുള്ളത് കേൾക്കുന്നത് വരെ ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഇതുപോലെ ബാക്കിൽ നിന്ന് തന്നത്. മുസ്ലിം സഹോദര, നിങ്ങൾ ചിന്തിക്കട്ടെ. അതിന്റെ അർത്ഥം എന്തോ ആവട്ടെ. 14% പോലും ഇന്ത്യയിൽ ഇല്ലാത്ത മുസ്ലിമിനെ ഇത്ര അധികം അവർ പരിഗണിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചു ചെയ്യുന്നില്ല എന്ന് എന്റെ ചോദ്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിം ലീഗുകാരനോടും കോൺഗ്രസുകാരനോടും മാർക്സിസ്റ്റുകാരനോടും നിങ്ങൾ അറിയണം, നിങ്ങളെ നേതാക്കന്മാർ പടച്ചു വിടുന്ന പച്ചക്കള്ളവും നിങ്ങളെ പേപ്പറിലൂടെ വരുന്ന പച്ചക്കള്ളവും മാത്രമാണ് നിങ്ങൾ അറിയുന്നത്.
ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഞാൻ പറയാം, എന്റെ വീഡിയോ ഓഡിയോ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ക്ലിപ്പ് തെറ്റാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്, അവിടെ മലപ്പുറത്തെ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, അവിടെ മുസ്ലിങ്ങൾ അവരെ തച്ചു ഓടിക്കുന്നു. എന്താ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? വീണ്ടും പറയുന്നു, എന്റെ സൗണ്ട് ഒന്നിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ BJP-ക്കാരെ മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ തല്ലുന്നു എന്ന് നിങ്ങൾ നാളെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമെന്ന് അറിയാം. അതുപോലെ തന്നെ കുടിവെള്ളം മുടക്കുന്നു നിങ്ങൾക്ക്. റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ മലപ്പുറത്ത് നിന്നും ഭക്ഷണം ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞ പല സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതിന്റെ അപ്പുറത്ത് രാജീവ് ഗാന്ധിന്റെ മകൻ, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിന്റെ പെങ്ങൾ പ്രിയങ്ക ഗാന്ധി വയനാട് അല്ലെങ്കിൽ നിലമ്പൂരിൽ വന്നു. എന്തിനാണ് നിങ്ങളുടെ പച്ചക്കുടി കീശയിൽ വെക്കാൻ പറഞ്ഞത്? നിങ്ങൾ ചിന്തിക്കണം. കാരണം 2500 കൂടുതൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 6 പാർട്ടി മാത്രമാണ് അഖിലേന്ത്യാ പാർട്ടി ഉള്ളത്. ഈ 2500 നിങ്ങൾ പെടുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ശത്രുക്കൾ അതിൽ 3ഓ 4ഓ എണ്ണം കഴിഞ്ഞാൽ ബാക്കി എല്ലാം ശത്രുക്കളാണ്. നിങ്ങൾ കെട്ടിവെക്കുന്നത് എവിടെയാണ്? BJP, RSS. ഇങ്ങനെയാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. മലപ്പുറത്ത് ഇങ്ങനെ ഒരു സംഭവങ്ങൾ നിങ്ങൾ ഉണ്ട് എന്ന് എന്റെ ന്യൂനപക്ഷങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോ. മറ്റുള്ളവർക്ക് മുസ്ലിങ്ങളെ നിങ്ങൾ RSS BJP കൊല്ലുന്നുണ്ട് എന്ന് എന്താണ് അതിന്റെ യഥാർത്ഥം? പച്ചക്കളവല്ലേ നിങ്ങൾ പറയുന്നത്? ഇപ്പോൾ ഒരു ഇലക്ഷൻ ഇവിടെ കഴിഞ്ഞു. ആ ഇലക്ഷൻ കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് വന്നു. എല്ലാവരും വിചാരിച്ചതിന്റെ അപ്പുറത്ത് ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ NDA ഒന്നിച്ച് ജയിച്ചപ്പോൾ അതിനെതിരെ നിങ്ങൾ പറഞ്ഞെന്താണ്? മെഷീൻ അട്ടിമറി, വോട്ട് അട്ടിമറി. എന്താ അത് കേരളത്തിൽ ആ വരുന്ന മെഷീൻ അട്ടിമറി നടത്താൻ പറ്റൂലേ? ഇവർക്കൊക്കെ സ്ഥാനാർത്ഥി നിർത്താൻ കഴിയുമല്ലോ. എന്താ അത് കർണാടകയിൽ പറ്റുന്നില്ലേ? ഡൽഹിയിൽ പറ്റുന്നില്ലേ? ആന്ധ്രയിൽ പറ്റുന്നില്ലേ? BJP അല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു പാർട്ടി ജയിക്കുമ്പോൾ ആ EVM മെഷീൻ നല്ലതാണെന്നും BJP ജയിക്കുമ്പോൾ മാത്രം EVM മെഷീൻ കേടാണെന്നും പറയുന്നത് നിങ്ങൾ ആ തരികിടാണ് അവിടെ വെച്ചാൽ. ഇന്ന് നമ്മുടെ രാജേന്ദ്രൻ സുല്ലമി പറഞ്ഞതുപോലെ നിങ്ങൾ ആലോചിക്കണം. കഴിഞ്ഞ ഇലക്ഷൻ റിസൾട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ. എന്തുകൊണ്ട് അവിടെ ന്യൂനപക്ഷങ്ങൾ മോദിജിക്ക് വോട്ട് ചെയ്തു എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇവിടെയുള്ള ഓരോ മുസൽമാൻ മാത്രമല്ല എല്ലാ ന്യൂനപക്ഷങ്ങളും ചിന്തിക്കണം. 1000 രൂപത്തോടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല. ഇന്ന് അതിന്റെ ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. ഏതോ ഒരു പഞ്ചായത്തിൽ 1000 രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് സഖാക്കളോ ഭീകരൊക്കെ അതിന്റെ പൂരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്റെ സുഹൃത്തുക്കളെ, അതിന്റെ മുന്നിലും അവിടെ എഴുതിയിട്ടുണ്ട് മറ്റ് സ്റ്റേറ്റുകളിൽ 1000 രൂപ എല്ലാ സ്ത്രീകൾക്കും കൊടുക്കുന്ന അതേ പദ്ധതി കേരളം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ വെക്കുന്നത്. എന്റെ മുന്നിൽ ഇതുപോലത്തെ മലയാളത്തിൽ പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന എന്ന് എഴുതിയിട്ടില്ലെങ്കിൽ എന്റെ മുന്നിലുള്ള റോഡുമാണ് പിണറായിന്റെ അതുപോലെ ബാനർ വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഉദ്ഘാടനം കഴിയുന്നത്. സത്യമല്ലേ? എന്റെ നാട്ടിൽ അങ്ങാടിപ്പുറത്തിൽ ഒരു മാസത്തിന് മുമ്പ് ഒരു കുളം തന്നു. പ്രധാനമന്ത്രിയുടെ 56,000 രൂപ ചെലവിട്ട് കുളം നന്നാക്കി. അതിന്റെ ആദ്യത്തെ ബോർഡ് അവിടെ CITന്റെ ബോർഡ് വന്നു. സഖാവ് പിണറായിന്റെ വിജയന്റെ ഫോട്ടോ വെച്ച് കണ്ട് അവർ ബോർഡ് വെച്ചു. രണ്ടാമത്തെ ദിവസം അവിടുത്തെ MLA-യും ബ്ലോക്ക് പ്രസിഡന്റിന്റെയും ബോർഡ് വെച്ച് UDF നടത്തി. അപ്പൊ നമ്മളെ കുട്ടികളൊന്നും ചെയ്തില്ല. അതിലാണ് നല്ലൊരു വലിയൊരു ബോർഡ് വെച്ചിട്ട് നന്ദി മോദിജി എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടായിരുന്നത്. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൊണ്ടുവന്ന് ഇതുപോലെയാണ് കേരളത്തിൽ എല്ലാം. അപ്പൊ അവര് നമ്മൾ തർക്കായി, മോദിജിന്റെ പടം വെക്കാൻ പാടില്ലല്ലോ, ഇവിടെ അങ്ങനെ നടത്തലില്ലല്ലോ. ഏതാണോ ശരി? ഇവിടെ മോദിജിന്റെ പടം വെക്കുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് കിട്ടുന്നോടത്ത് കേരളം ഫോട്ടോ വെച്ച് തുടങ്ങിയാൽ നിങ്ങളെ വീട്ടിൽ നിങ്ങളെ ഒരു ദൈവങ്ങളെ നിങ്ങളൊരു ഫോട്ടോകളൊന്നും വെക്കാൻ സ്ഥലം കാണില്ല. അവരുടെ പ്രധാനമന്ത്രി മോദിജിന്റെ മാത്രം ഫോട്ടോകളെ വെക്കാൻ സ്ഥലം ഉണ്ടാവുള്ളൂ. സത്യമല്ലേ? ഞാനിപ്പോ ഈ ഇലക്ഷന്റെ ഭാഗമായിട്ട് 4 ദിവസം മുമ്പ് വീടാന്തരം നടത്തി നമ്മുടെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയായിരുന്നു. എന്താണ് പറഞ്ഞു കൊടുത്തത്? നമ്മുടെ അങ്കണവാടി ഇവിടെയുള്ള ആളുകൾക്കും എന്റെ നാട്ടിലെ ഗ്രാമങ്ങളിലുള്ള ആളുകൾക്കും അറിയാം. അങ്കണവാടിയിൽ നമുക്ക്
ഗോതമ്പ് കിട്ടുന്നു, ശർക്കര കിട്ടുന്നു, അതുപോലെ പല പല ധാന്യങ്ങളും കിട്ടുന്നു, കടല കിട്ടുന്നു, എല്ലാം കിട്ടുന്നു. ഇതൊക്കെ ഒരൊറ്റ വർത്താനുണ്ട്, ഒക്കെ LDF സർക്കാർ. ഞാൻ തിരുത്തി അവിടെ ഒരു അമ്മൂമ്മനോട് ഞാൻ പറഞ്ഞു, അമ്മൂമ്മ ഇവിടെ ഒരു പെൺകുട്ടി ജനിച്ചാൽ 6000 രൂപ കേന്ദ്ര സർക്കാരിന് നിങ്ങൾക്ക് കിട്ടുന്നു. അതൊരു ആൺകുട്ടിയാണെങ്കിൽ 5000 രൂപ കിട്ടുന്നു. അവിടുന്നാണ് നമ്മളെ തുടക്കം. അപ്പം അമ്മൂമ്മ എന്നോട് പറഞ്ഞ അങ്ങനെ വെച്ച കാത്തിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ 54,000 രൂപ കിട്ടിയോ. അപ്പൊ അതെന്താ 9 വീടുന്നവരാണ്. ഇതാണ് പ്രശ്നം. രണ്ടാണ് 9 കൊണ്ടുവരണ്ട. അപ്പൊ ഇത് എവിടുന്ന് കിട്ടുന്നു എന്ന് നമ്മുടെ പ്രവർത്തകർ വീടാന്തരം കയറി ഇറങ്ങി അല്പം വരുന്നുണ്ട്. അതിന്റെ ഓരോ നോട്ടീസുകളെല്ലാം അവിടുന്ന് ആ 5000 ആണെങ്കിലും 2 കുട്ടികൾക്കേ കിട്ടുള്ളൂ. ഇത് കേട്ടിട്ട് നമ്മൾ എല്ലാവരും കൂടെ വെക്കാണ്ട് 5000 ഉണ്ടാക്കില്ലേ പ്ലീസ്. 2 കുട്ടികൾക്കേ കിട്ടുള്ളൂ. ഇത് കഴിഞ്ഞു നമ്മളെ രസിച്ചു. അപ്പൊ 5000 കിട്ടി, 6000 കിട്ടി. ഈ പറഞ്ഞ എല്ലാ സാധനവും നമുക്ക് അംഗനവാടിയിൽ നിന്ന് തരുന്നത് കേന്ദ്ര സർക്കാരിന്റെതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ 3 അക്ഷരമുണ്ടതിന് നമ്മൾ ഫുൾ ഫോം പറഞ്ഞു കൊടുത്താൽ അവിടെ എന്തായാലും വരും പ്രധാനമന്ത്രി, കേന്ദ്ര സർക്കാർ. അപ്പൊ ഇവര് പറയുന്നതാണ് ഇതെന്താ നരേന്ദ്രമോദിന്റെ തറവാട്ടിൽ കൊടുത്തിട്ടാണോ? ഇതാണ് പിന്നെ അത് ചോദ്യം. ഇത് നമ്മൾ അവകാശപ്പെട്ടതല്ലേ? പക്ഷെ കേരളത്തിൽ വരുന്നത് മുഴുവൻ നമ്മൾ പിണറായിന്റെ തറവാട്ട്, അമ്മായിന്റെ വീട്ടിൽ 10,000 കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ ജനങ്ങൾ ബോധവൽക്കരണം നടത്തണം. ആളുകൾ വീട്ടിൽ പോയി ഓരോരുത്തരോടും നമ്മൾ പറയണം, ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള റോഡ്, ഇതുപോലുള്ള ഹൈവേ, അതുപോലെ വിമാനത്താവളങ്ങൾ എല്ലാവരും പറയുകയുണ്ടായി. ഞാൻ ആ ഭാഗത്ത് പോവാത്തത് അതുകൊണ്ടാണ്. നരേന്ദ്രമോദിയുടെയും ഇവിടുത്തെ വികസനത്തിന്റെ കാഴ്ചപ്പാട് പറഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷന് ജയിച്ചത് ഇവിടെയുള്ള ശബ്ദം ശ്രമിക്കുന്ന ഓരോ ആളുകളും, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുള്ളവർ സ്വല്ലമേതിനെ പ്രകീർത്തിച്ച് പറയുണ്ടായി. നമ്മൾ പോസ്റ്റ് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് മുസ്ലിം വീടുകളായിരുന്നു. അപ്പൊ നമ്മൾ അദ്ദേഹം പറയാതെ മറന്നു. അത് ഈ NDA സർക്കാരിന്റെ കാലത്തല്ല, അതിന്റെ മുമ്പാണ്. ഇന്നവർക്ക് ഓരോ സ്ത്രീകൾക്കും 10,000 രൂപയാണ് മാസത്തിൽ. 2,000 രൂപ ഇവിടെ കൊടുത്താൽ എല്ലാവരും BJPക്ക് വോട്ട് ചെയ്യുള്ളൂ. അതാണ് താഴ്ന്ന ആളുകളെ മേൽപോട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം SC ST എല്ലാ പദ്ധതികളും ഏതെങ്കിലും ഒന്ന് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുടെ കേരളത്തിൽ നടപ്പാക്കുന്നുണ്ടെങ്കിൽ ആ 3 അക്ഷരം എഴുതിക്കാണ്ട് അവർ തട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ 3 അക്ഷരമല്ല നിങ്ങൾ എഴുതേണ്ടത് എന്നാണ്. അതിന്റെ ഒരു നിയമവശം നമ്മൾ കൊണ്ടുവരണം എന്നാണ് അവിടെ അത് ഫുൾ ഫോം പൂരിപ്പിക്കണം. അവിടെ കൊണ്ടുവന്ന ആളുകളുടെ ഫോട്ടോ വെക്കണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു ഫ്ലെക്സ് ഒരു ഭാഗത്തും കാണില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ, ഏതിലാണ് കേന്ദ്രമായാലും ഇല്ലാത്തത് സുലഭയിൽ പറയണ്ടായി. കാരണം വെച്ചാൽ എല്ലാം മേടിച്ചു വെച്ചവിടെ വെച്ചതാ. ഓരോ പദ്ധതിയുടെയും 1500, 2000, 2500 കോടികളുമായ പദ്ധതിയുടെയും പൈസ അറ്റൻസോട് മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് വീട്ടാൻ പറ്റില്ല. ഞാൻ പരിപാടി പല കുടിവെള്ള പദ്ധതികളും മുടങ്ങി കിടക്കുന്നത് അങ്ങനെയല്ലേ. ഇപ്പൊ അവര് PFCന്റെ പദ്ധതി അതിനെ കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 5 വർഷത്തിൽ ഒരിക്കൽ വരുന്നതാണ്. പല ആളുകളും താൽക്കാലിക നിങ്ങളുടെ കാര്യത്തിന് നിങ്ങളെ എല്ലാവരെയും സംഭവിക്കും. മറിച്ച് നിങ്ങൾക്കൊരു ഗുണം കിട്ടണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ ആയിരക്കണക്കിന് പദ്ധതികളാണ്. ആ പദ്ധതികളിൽ നിന്നും നമ്മൾക്ക് ആവശ്യമുള്ള ഏതൊരാൾക്കാരുടെ ദർശനങ്ങളായിക്കട്ടെ, ഉയർത്തേണ്ടതാവട്ടെ, അതിലെല്ലാം നമ്മൾ യോജിച്ച് നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാട് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റിനോ മോദിജി സർക്കാരിനോടും ഒപ്പം നിൽക്കേണ്ടത് നമ്മുടെ കടമയാണ്. വോട്ട് രേഖപ്പെടുത്തുന്നതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പറഞ്ഞതുപോലെ ഒന്നും അല്ല. അവിടെ CCTVയോ അല്ലെങ്കിൽ ഒന്നുമില്ല, ക്യാമറ നടക്കണമെന്നേ ഉണ്ടാവുള്ളൂ. വോട്ട് ചെയ്യുന്നത് ആൾക്കാർക്കൊന്നും ആർക്കും അറിയാൻ പോകില്ല. പക്ഷേ നമ്മുടെ ഈ വികസന കുതിപ്പ് 11 വർഷമായിട്ട് നമുക്ക് ഇന്ത്യ ഗവൺമെന്റ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഈ ആനുകൂല്യങ്ങളെ 3 അക്ഷരത്തിൽ ഒതുങ്ങാതെ അതിന്റെ ഫുൾ ഫോം എല്ലാ വീട്ടുകളിലും പറഞ്ഞാൽ ഞാൻ പറയുന്നു, ഈ വാർഡിലും സന്തോഷത്തോടെ സന്തോഷിക്കുന്നു.
അങ്ങനെ അപ്പോ നമ്മൾ കാര്യങ്ങൾ പറയാൻ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ഇരങ്ങിരുന്ന എല്ലാ മെമ്പർമാരും നമ്മൾ മനസ്സറിച്ച് 3 ഭാഗത്തു നിന്ന് പഞ്ചായത്ത് ബ്ലോക്കിലേക്കും അതുപോലെ പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും നിങ്ങളെ മനസ്സറിഞ്ഞ് ഇവിടെ കൂടി എന്നെ ഇതുവരെ ശ്രമിച്ച എല്ലാ ആളുകളോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ചിഹ്നം താമരയിൽ നിങ്ങളുടെ വീണ്ടും പറയുന്നു താമര ചിഹ്നത്തിൽ നിങ്ങൾ വോട്ട് അടയാളപ്പെടുത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.